ശ്രീ കണ്ണും വിളിച്ചതും അവൾ അവനെ നോക്കി. അത് പിന്നെ ഏട്ടാ, സത്യം പറഞ്ഞാ എനിക്ക് ഇത്ര പെട്ടെന്ന് ഒരു ജോലിയില്ലാതെ ഒക്കെ ശരിയാ. പക്ഷെ ഇത്രയും നല്ല ബന്ധം വന്ന സ്ഥിതിക്ക് തന്നെയുമല്ല, അവരെ നമുക്കറിയുകയും ചെയ്യാം. ശ്രീകുട്ടി വെറുതെ അവൻ പറയുന്നതൊക്കെ കേട്ടിരിക്കുകയാണ്. എടാ മോനെ, അവരൊക്കെ സാമ്പത്തികമുള്ള ആളുകളല്ലേ, സ്ത്രീധനമൊക്കെ ഒരുപാട് കൊടുക്കണ്ടേടാ. ശോഭ മകനെ നോക്കി. ആദ്യം അവരിവിടേക്ക് വന്ന് ഇവളെ കാണട്ടെ. രണ്ടാളും പരസ്പരം സംസാരിച്ചു കഴിഞ്ഞ് ഇഷ്ടമായെങ്കിൽ ബാക്കി കാര്യം അപ്പം ആലോചിക്കാം. മോനെ, അച്ഛനും വയ്യാണ്ടായി. ഒന്നിനൊന്ന് എല്ലാ പ്രാരാബ്ദവും കൂടിക്കൂടി വരും. നിന്നെക്കൊണ്ട് താങ്ങാൻ പറ്റുമോടാ മക്കളെ? അത് പറയുമ്പോൾ അച്ഛൻ്റെ ശബ്ദം ഇടറി. അച്ഛൻ ഓരോന്നോർത്ത് മനസ്സ് വിഷമിക്കണ്ട. എന്തായാലും സുമേഷ് എന്നെ വിളിക്കാമെന്നാണ് പറഞ്ഞത്. എന്നിട്ടല്ലേ ബാക്കി. ആ, വിധിച്ചതെങ്ങനെയാച്ചാൽ അതുപോലെ ആവട്ടെ, അയാൾ മകനെ നോക്കി പറഞ്ഞു. കല്ലു ഒന്നും പറയാതെ ഒരു വശത്ത് മാറി നിന്നതേ ഉള്ളൂ. അമ്മേ, എന്നാടാ? അമ്മയോട് ഞാൻ പറഞ്ഞ കാര്യം എന്തായി? ഏത്? പൈക്കളെ കൊടുക്കുന്ന കാര്യം. അല്ലാതെന്താ? ശോഭയൊന്നും പറയാതെ മകനെ തുറച്ചു നോക്കി. പറയാനുള്ളത് മുഴുവൻ മനസ്സിലാകുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനിയൊക്കെ അമ്മയുടെ ഇഷ്ടം. അവൻ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കല്ലു, ഇത്തിരി വെള്ളം കുടിക്കാൻ എടുക്ക്. ഒപ്പം അവൻ വിളിച്ചു പറഞ്ഞു, ശ്രീകുട്ടിയുടെ കാര്യത്തിൽ നിനക്ക് എന്താ അഭിപ്രായം? അവൾ കൊടുത്ത വെള്ളം കുടിച്ചുകൊണ്ട് കണ്ണൻ അവളോട് ചോദിച്ചു. അത് പിന്നെ ശ്രീകുട്ടിയല്ലേ ഏട്ടാ തീരുമാനിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാനൊന്നും പറയാഞ്ഞത്. ആ, എന്തായാലും അവരും ഒന്ന് കാണട്ടെ, എന്നിട്ട് നോക്കാം. നിന്റെ മുഖം എന്നാ വല്ലാതെ? എന്തു പറ്റി? കണ്ണൻ അവളെ നോക്കി. ഒന്നുമില്ല. അവളുടെ മുഖം ഇത്തിരി കൂടി വീർപ്പിച്ചുവെന്ന് അവന് തോന്നി. അവൻ കല്ലുവിനെ സൂക്ഷിച്ചു നോക്കി. എന്താ കല്ലു? ഒന്നുമില്ലേട്ടാ. നീ എന്നോട് കള്ളം പറയാൻ തുടങ്ങിയല്ലേ? ഞാൻ ഒരിക്കലും ഏട്ടനോട് ഒരു കള്ളവും പറയില്ല. പക്ഷെ കുറച്ചു മുന്നേ ഏട്ടൻ ഇവിടുന്ന് ദേഷ്യത്തിൽ ഇറങ്ങിപ്പോയപ്പോൾ എനിക്കിത്തിരി സങ്കടമായി, അവൾ പറഞ്ഞു. ആഹാ, അതാണോ? എൻ്റെ കൊച്ചേ, അത് ഞാൻ അമ്മയോട് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയതല്ലേ. എന്തിന്? പാവം അമ്മ ഇത്രയും കാലം ഈ പൈക്കളെ നോക്കി വളർത്തിയില്ലേ. അമ്മയുടെ കയ്യിൽ 10 രൂപ സൂക്ഷിച്ചു വെക്കണമെങ്കിൽ ഇതൊക്കെയല്ലേ ഉള്ളൂ അമ്മയ്ക്കൊരു വരുമാനം. ഓ, നീ വക്കാലത്ത് കൊണ്ട് ഇറങ്ങിയതാണോ? കണ്ണൻ ദേഷ്യപ്പെട്ടപ്പോൾ കല്ലു മുഖം കുനിച്ചു. കല്ലു, അമ്മയോട് ഡോക്ടർ പറഞ്ഞു, ഇനി ഇവയൊക്കെ നോക്കി നടന്നാൽ എവിടെയെങ്കിലും തളർന്ന് കിടപ്പാകുമെന്ന്. അമ്മയുടെ കാൽമുട്ടിന് നല്ല തേയ്മാനമുണ്ട്. എവിടെയെങ്കിലും വീണു പോയാൽ നമ്മൾ എന്നാ ചെയ്യും? ഇത്തിരി പോന്ന് നിന്നെക്കൊണ്ട് പറ്റുമോ എല്ലാം നോക്കി നടത്താൻ? അച്ഛനും കിടപ്പിലായി, പിന്നെ അമ്മയ്ക്കൂടെ വയ്യാതായാൽ എന്നാ ചെയ്യും പെണ്ണെ? അവൻ പറഞ്ഞപ്പോൾ കല്ലു ഒന്നും മിണ്ടിയില്ല. ഏട്ടൻ പറയുന്നതിലും കാര്യമുണ്ടെന്ന് അവൾക്ക് തോന്നി. എനിക്കങ്ങോട്ട് വരാമോ? ബാധിക്ക് നിന്ന് ശ്രീകുട്ടി വിളിച്ചു ചോദിച്ചു. അതെന്താടി അങ്ങനൊരു ചോദ്യം? കയറി വന്ന അവളോട് കണ്ണൻ തിരിച്ചും ചോദിച്ചു. ഓ, ഞാൻ ചുമ്മാ ചോദിച്ചതാണ് എൻ്റെ ഏട്ടാ. പോട്ടെ. നീ വാ, ഇവിടെ ഇരിക്ക്. കല്ലു, എന്താ ശ്രീകുട്ടി, നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? ഒന്നുമില്ല, ഞാൻ വെറുതെ. ശ്രീകുട്ടി ഇവിടെ ഇരിക്കുക, ഞാൻ കാപ്പി എടുത്തിട്ട് വരാം. അവൾ വേഗത്തിൽ ഇറങ്ങിപ്പോയി. ഏട്ടനും അനിയത്തിക്കും സംസാരിക്കാൻ അവൾ മനഃപൂർവ്വം ഒഴിവായതാണെന്ന് അവർക്ക് പിടികിട്ടി. ശ്രീകുട്ടി, എന്താ ഏട്ടാ? എടിയാ സുനീഷ് ഒരു നല്ല സ്വഭാവമുള്ള ചെറുക്കനാണ്. ഇത്രയും ചെറുപ്പത്തിലെ ഗവൺമെൻറ് ജോലി കിട്ടിയതല്ലേ. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരുപാട് ദൂരവും ഇല്ല ഇവിടുന്ന്. എന്തുകൊണ്ടും നല്ലൊരു ആലോചനയായിരുന്നു. ശരിയായിട്ടാ, പക്ഷെ ഇത്ര പെട്ടെന്ന് എനിക്ക് ഓർക്കുമ്പോൾ. അതൊന്നും സാരമില്ല. നീ അവനെ കണ്ട് പൂർണ്ണമായി സംസാരിച്ച് ഇഷ്ടമായി കഴിഞ്ഞാൽ മാത്രമേ ഈ ആലോചന മുന്നോട്ട് പോകത്തുള്ളൂ, ഉറപ്പ്. ശ്രീകുട്ടി നഖം കടിച്ചുകൊണ്ടിരിപ്പാണ്. എടി, അത് മുഴുവൻ തിന്ന് തീർക്കണ്ട നീ. നിനക്ക് സമ്മതമാണെങ്കിൽ മതി. അതല്ലേട്ടാ. ദേ പെണ്ണെ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഇനി നീ ചുമ്മാ ഓരോന്ന് ചിന്തിച്ചു കൂട്ടണ്ട. പരീക്ഷ കഴിയാൻ ഇനി 1 മാസം കൂടിയില്ലേ, എന്നിട്ടാവാം ബാക്കി. അപ്പോഴേക്കും കല്ലു അവർക്ക് ചായ ആയിട്ട് വന്നു. എൻ്റെ കല്ലു, ചായയൊക്കെ ഞാൻ വന്ന് കുടിച്ചോളാം. നീ അതായിട്ട് ഇങ്ങോട്ട് വരണ്ടായിരുന്നു. അത് സാരല്ല, ഇത് കുടിക്ക്, അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കണ്ണാ, പുറത്തുനിന്ന് ആരോ വിളിച്ചു. ഇതാരാ ഇപ്പോൾ?
എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ എഴുന്നേറ്റ് ഉമ്മറത്തേക്ക് നടന്നു. ആ, തോമാച്ചേട്ടനോ? കേറി വാ. കുമാരൻ പറഞ്ഞിട്ട് വന്നതാ. ആ, ഇരിക്കിരിക്ക്. അവൻ കസേര അല്പം നിരക്കിക്കൊണ്ട് അയാളെ ക്ഷണിച്ചു. ഇരിക്കാം മോനെ. രാജൻ എന്തിയെ? അവനെ ഒന്ന് കാണട്ടെ. അയാൾ അകത്തേക്ക് നോക്കി പറഞ്ഞു. അച്ഛൻ കിടക്കുവാ, ചേട്ടൻ വാ, ദേ ഈ മുറിയിലുണ്ട്. അവൻ്റെ പിന്നാലെ തോമാച്ചേട്ടനും അകത്തേക്ക് കയറിപ്പോയി. കുറച്ച് സമയം രാജനോട് അസുഖവിവരങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി. എന്നിട്ട് പൈക്കളെ മേടിക്കാൻ വന്ന വിവരം അറിയിച്ചു. ശോഭയൊന്നും മിണ്ടാതെ അടുക്കളപ്പുറത്ത് നിന്ന് എല്ലാം കേട്ടു. അമ്മേ, തോമാച്ചേട്ടനാവുമ്പോൾ നന്ദിനിയും മണിക്കുട്ടിയും നന്നായി നോക്കും. ശ്രീകുട്ടിയും അമ്മയോട് പറഞ്ഞപ്പോൾ അവർ പിന്നീട് ഒന്നും മിണ്ടിയില്ല. കണ്ണനുമായിട്ട് അല്പം സംസാരിച്ചിട്ട് അയാൾ തൊഴുത്തിലേക്ക് ചെന്നു. നന്ദിനി പശുവിൻ്റെ നെറ്റിയിൽ ഒന്ന് തലോടി. ശേഷം അയാൾ ഒരു വില പറഞ്ഞുറപ്പിച്ചു. അഡ്വാൻസായിട്ട് 1000 രൂപ കണ്ണന് കൊടുത്തു. എന്നിട്ട് അടുത്ത ആഴ്ച വരാമെന്ന് പറഞ്ഞ് അയാൾ യാത്ര പറഞ്ഞു പോയി. കണ്ണൻ കയറി വന്നപ്പോൾ ശോഭ കണ്ണു നിറച്ച് നിൽക്കുകയാണ്. അമ്മേ, അമ്മയ്ക്ക് വിഷമാകൂന്നറിയാം. പക്ഷെ അമ്മയ്ക്ക് എന്തെങ്കിലും വന്നാൽ പിന്നെ ആരാ ഉള്ളത്? അതുകൊണ്ടല്ലേ. അവൻ അമ്മയെ നോക്കി പറഞ്ഞെങ്കിലും അവരൊന്നും മിണ്ടാതെ മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയി. എന്നിട്ട് തൊഴുത്തിൻ്റെ പിന്നിലേക്ക് ചെന്ന് അല്പം പുല്ലെടുത്ത് അവറ്റോൾക്ക് ഇട്ടുകൊടുത്തു. നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് ഇത്തിരി സമയം അവിടെ നിന്നു. കല്ലുവിനും അത് കണ്ട് സങ്കടമായി. പാവ അമ്മ, അവൾ ഓർത്തു. കണ്ണൻ അവളുടെ പിൻകഴുത്തിൽ തൻ്റെ മീശയും താടിയും കുത്തി അവളെ ഇക്കിളിപ്പെടുത്തിയപ്പോൾ അവൾ പിടഞ്ഞുകൊണ്ട് അവനെ നോക്കി. നേരെ സന്ധ്യ ആവാറായി, പോയി കുളിക്കടി. അവൻ അവളുടെ കാതിൽ മന്ത്രിച്ചു. കല്ലു പെട്ടെന്ന് തന്നെ മുറിയിലേക്ക് കയറിപ്പോയി. കയ്യിൽ കിട്ടിയ ഒരു ജോഡി ഡ്രസ്സും എടുത്ത് അവൾ മുറി വിട്ടിറങ്ങി ബാത്റൂമിലേക്ക് ഓടി. അഥവാ കണ്ണൻ മുറിയിലേക്കെങ്ങാനും കയറി വന്നാലോ എന്നോർത്താണ് അവളങ്ങനെ ചെയ്തത്. അവളുടെ ഓട്ടം കണ്ട് കണ്ണൻ ചിരിച്ചുകൊണ്ട് ഉമ്മറക്കോലായിൽ നിന്നു. ഇവളെ കൊണ്ട് ഞാൻ തോറ്റു. അന്ന് രാത്രിയിൽ അവനെ അച്ചമ്മ ഫോണിൽ വിളിച്ചു. കൂടെ ഉഷയും. രണ്ടാളും കൂടി ഒരു ദിവസം ഉഷയുടെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞ് അവരെ ക്ഷണിച്ചതാണ്. അവൻ വരാമെന്നും സമ്മതിച്ചു. അച്ചമ്മയോട് ഓരോ വിവരങ്ങളൊക്കെ ചോദിച്ചു. കണ്ണൻ കുറച്ച് സമയം അവരോട് സംസാരിച്ചു. അപ്പോഴാണ് സുമേഷ് അവൻ്റെ ഫോണിലേക്ക് വിളിച്ചത്. അച്ചമ്മയോടുള്ള സംഭാഷണം അവസാനിപ്പിച്ചു അവൻ സുമേഷിൻ്റെ കോൾ അറ്റൻഡ് ചെയ്തു. ശ്രീകുട്ടിയുടെ ജനനത്തീയതി സമയവും ചോദിച്ചുകൊണ്ടാണ് അവൻ വിളിച്ചത്. അമ്മയോട് ചോദിച്ചിട്ട് കണ്ണൻ എല്ലാം പറഞ്ഞു കൊടുത്തു. രണ്ടാളുടെയും ജാതകം നോക്കിയിട്ട് നാളെ വിളിക്കാമെന്ന് പറഞ്ഞ് സുമേഷ് ഫോൺ വെച്ചു. അത്താഴമൊക്കെ കഴിഞ്ഞ് എല്ലാവരും നേരത്തെ കിടക്കാൻ പോയി. ശ്രീകുട്ടി ഇരുന്ന് പഠിക്കുകയാണ്. കാലത്തെ നടന്ന സംഭവങ്ങൾ ഓർത്തപ്പോൾ കല്ലുവിന് മുറിയിലേക്ക് ചെല്ലാൻ എന്തോ ഒരു ഭയം പോലെ. കുറച്ച് സമയം അടുക്കളയിലൂടെയൊക്കെ ചുറ്റി നടന്നിട്ട് അവൾ മുറിയിലേക്ക് ചെന്നു. കണ്ണനപ്പോൾ പതിവ് പോലെ ഫോണും നോക്കി കിടക്കുകയാണ്. കല്ലു തൻ്റെ മുടിയെല്ലാം അഴിച്ചു കെട്ടി വിടർത്തിയെടുക്കുകയാണ്. കല്ലു, അവൻ വിളിച്ചപ്പോൾ അവൾ മുഖമുയർത്തി അവനെ നോക്കി. എടി, എനിക്കൊരു സംശയം. എന്താ ഏട്ടാ? അല്ല, നിന്റെ മുടിയിൽ നിന്ന് എന്തേ ഈ കാച്ചെണ്ണയുടെ മണമൊന്നും വരാത്തെ? അവൻ്റെ ചോദ്യം കേട്ട് കല്ലു നെറ്റി ചൊളിച്ചു. എന്തേ, മനസ്സിലായില്ലേ? ഇല്ല. ഞാൻ പറയാം. അവൻ കിടക്ക വിട്ട് എഴുന്നേറ്റിരുന്നു. അവൻ എന്താണ് പറഞ്ഞു വരുന്നത് എന്ന് മനസ്സിലാവാതെ കല്ലു അവനെ തന്നെ നോക്കി നിന്നു. അല്ല, ഞാൻ ഓർക്കുമായിരുന്നു കല്ലു, ഈ കഥയിലൊക്കെ വായിക്കും പോലെ നമ്മുടെ കഥാനായിക അടുത്ത് വന്നപ്പോൾ നല്ല കാച്ചെണ്ണയുടെയും തുളസിക്കതിരിൻ്റെയും മതിപ്പിക്കുന്ന സുഗന്ധം, ഒപ്പം അവളുടെ മേൽച്ചുണ്ടിൻ മുകളിൽ വിടരാൻ തുടങ്ങിയ വിയർപ്പ് തുള്ളികൾ, അവളുടെ വിറകൊള്ളുന്ന മെയ്യും മാറും കണ്ടപ്പോൾ നമ്മുടെ നായകൻ ഫ്ലാറ്റ്. അവൻ അവളെ വാരിപ്പുണർന്നുകൊണ്ട് കട്ടിലേക്ക് മറിയുന്നു. പിന്നെയെല്ലാം ഞാൻ പറയണ്ടല്ലോ. ഇതൊക്കെ ഈ കഥയിലേ ഉള്ളോ അതോ? അവൻ കല്ലുവിനെ നോക്കി. ശ്വാസം അടക്കിപ്പിടിച്ച് നിൽക്കുന്ന കല്ലുവിനെ കണ്ടതും കണ്ണൻ ചിരിച്ചുപോയി. എൻ്റെ കല്ലു, നീ ശ്വാസം വിട്, ഇല്ലെങ്കിൽ ചത്തുപോകും. അവൻ പറഞ്ഞതും കല്ലു തിരിഞ്ഞു നിന്ന് ഒന്ന് നിശ്വസിച്ചു. കണ്ണൻ്റെ കൈകൾ അവളുടെ വയറിന്മേൽ മെല്ലെ പൊതിഞ്ഞു. അവൻ്റെ താടിത്തുമ്പ് അവളുടെ തോളിൽ ചേർത്തപ്പോൾ അവൾ ഒന്ന് കുതറി. എനിക്കെൻ്റെ പെണ്ണിൻ്റെ മണമാണിഷ്ടം, അല്ലാതെ കാച്ചെണ്ണയുടെയും ഷാമ്പൂവിൻ്റെയും ക്രീമിൻ്റെയും ഒന്നും മണമല്ല. അവൻ അവളുടെ കാതിൽ മന്ത്രിച്ചു. അല്പസമയം ആ നിൽപ്പ് തുടർന്നു. അവളുടെ ശ്വാസഗതി ഏറുന്നത് കണ്ണനറിഞ്ഞു. അവളെ എല്ലാ അർത്ഥത്തിലും തൻ്റേതാക്കുവാൻ അവൻ ആഗ്രഹം തോന്നി. കല്ലു,
ഉം, ഞാൻ എൻ്റേതാക്കിക്കോട്ടെ നിന്നെ. എൻ്റെ പാതിയായി, എൻ്റെ മക്കളുടെ അമ്മയായി, എൻ്റെ ഈ ജന്മം മുഴുവനും എനിക്ക് കൂട്ടായി. എൻ്റേതാക്കുമോ നീ? എടുത്തോട്ടെ നിന്നെ ഞാൻ. ഇനിയും കാത്തിരിക്കാൻ വയ്യ പെണ്ണെ. അവൻ അവളുടെ കാതിൻ്റെ അടുത്തേക്ക് വന്ന് മെല്ലെ ചോദിച്ചു. അവൻ്റെ ശ്വാസം കാതിലേക്ക് അടിക്കുന്തോറും കല്ലുവും ആകെ പരവശയായിരുന്നു. എന്നാലും അവൾക്ക് ഒരു ഉത്തരം കൊടുക്കാൻ കഴിയുന്നില്ല. എന്താണ് ഈശ്വര തനിക്ക് സംഭവിക്കുന്നത് എന്ന് ഓർത്തുപോയി അവൾ. വല്ലാത്തൊരു പേടി പോലെ. പക്ഷെ കണ്ണൻ്റെ സാമീപ്യം, അവൻ്റെ കരുതൽ, അവൻ്റെ സ്നേഹം ഒക്കെ ഇല്ലാതെ ഒരു നിമിഷം പോലും പറ്റുന്നില്ല. അത്രമേൽ അവൻ അവൾക്ക് ജീവന്റെ ജീവനായിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞതും അവൻ്റെ കൈകളുടെ പിടുത്തം അയഞ്ഞു. അവൻ അകന്നു മാറാൻ തുടങ്ങിയതും കല്ലു അവൻ്റെ കയ്യിൽ പിടുത്തമിട്ടു. കണ്ണിൻ്റെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി വിരിഞ്ഞു. അവൻ കല്ലുവിനെ പിടിച്ച് തന്നിലേക്ക് തിരിച്ചു നിർത്തി. അവനെ നോക്കാതെ കല്ലു മുഖം താഴ്ത്തി നിൽക്കുകയാണ്. അവൻ അവളുടെ താടിത്തുമ്പിൽ പിടിച്ച് മേൽപോട്ടുയർത്തി. ഇവിടെ നോക്കടി കാന്താരി. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ കണ്ണുകളിലെ തീഷ്ണത കണ്ടപ്പോൾ കല്ലുവിൻ്റെ ശ്വാസഗതിയേറി. ഇപ്പോൾ ഒരു കാര്യം സത്യമായി കല്ലു, അവൻ പറഞ്ഞപ്പോൾ അവൾ സംശയത്തോടെ അവനെ നോക്കി. ഞാൻ പറഞ്ഞ കഥാനായികയെ പോലെയാണ് നീയും. അവൾ മനസ്സിലാകാത്ത മട്ടിൽ അവനെ വീണ്ടും നോക്കി. തണുക്കാതെ മെല്ലെ ചേർക്കും നേരത്തു നീ വിറയ്ക്കുന്നു മെയ്യും മാറും വേറെന്തിനോ. അവൻ പാടിയതും കല്ലുവിനെ കൂർപ്പിച്ചു നോക്കി. ദേ, ഈ നോട്ടുമാണ് എനിക്ക് സഹിക്കാൻ മേലാത്തത് കേട്ടോ. കാന്താരിയെ ഞാനെടുത്ത് രുചിച്ചു കളയും. എരിവുണ്ടോന്നൊന്ന് നോക്കട്ടെ. അവനത് പറയുകയും കല്ലു അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. കണ്ണനും അവളെ തൻ്റെ മാറോട് പൊതിഞ്ഞു. കണ്ണൻ്റെ കൈകൾ അനുസരണക്കേട് കാട്ടിയപ്പോൾ അവൾ അവന് വിധേയായി നിന്നുകൊടുത്തു. അവൻ്റെ ചേർത്ത് നിർത്തലിൽ, അവൻ്റെ ഓരോ കരലാളനത്തിൽ അവനോടുള്ള പേടി അവളിൽ നിന്ന് വഴിമാറിക്കൊടുത്തു. ആ രാത്രി അവർക്ക് രണ്ടാൾക്കും അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും കല്ലു കണ്ണൻ്റെ സ്വന്തമായി. ഒരു പനിനീർ പൂവിനെ പോലെ അവനവളെ ലാളിച്ചു, സ്നേഹിച്ചു. ഒരൽപ്പം പോലും നോവിക്കാതെ അവൻ അവളിലേക്ക് ആഴ്ന്നിറങ്ങി. അവൻ നൽകിയ ഓരോ ചുംബനവും ഏറ്റുവാങ്ങുമ്പോഴും അവൾ തരളിതയാകുകയായിരുന്നു. അവളുടെ പൂവുടൽ വിറകൊണ്ടപ്പോൾ, അവളുടെ അവനിലെ പിടുത്തം മുറുകിയപ്പോൾ അവനും പുഞ്ചിരി തോന്നി. രാത്രി അതിൻ്റെ അന്ത്യയാമത്തിലേക്ക് ചേക്കേറി. കണ്ണൻ അപ്പോഴും തൻ്റെ പാതിയെ പുലുക്കി. പുറത്ത് ചെറുതായി മഴ ചന്നം പിന്നം പെയ്തു തുടങ്ങി. കുറച്ചു സമയം പിന്നിട്ടതും മഴ ശക്തി പ്രാപിച്ചു. പിന്നീട് അങ്ങനെ പെയ്തുകൊണ്ടേയിരുന്നു. അതിനുശേഷം ഒന്ന് ശമിച്ചു. അതുപോലെ ഒരു പുഴ പോലെ ഒഴുകിയ അവളിലേക്ക് ഒരു നനുത്ത മഴയായി അവനും പെയ്തിറങ്ങി. അവൻ്റെ സ്നേഹത്തിലും ലാളനയിലും അവളുടെ കണ്ണിൽ നിന്നും ഒരിറ്റ് കണ്ണീർ പൊടിഞ്ഞു. അങ്ങനെ കണ്ണൻ അവളിലെ സ്ത്രീയെ പൂർണ്ണയാക്കി. കണ്ണൻ്റെ നഗ്നമായ നെഞ്ചിൽ വീണ് കിടക്കുമ്പോൾ കല്ലുവും പ്രാർത്ഥിച്ചു, ഒരിക്കലും ഈ സ്നേഹവും ചൂടും തന്നിൽ നിന്ന് അകന്നു പോകരുതേ എന്ന്. അത്രമാത്രം അവൾക്കവൻ പ്രിയപ്പെട്ടവനായിരുന്നു. കല്ലു, നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയോ? ഇല്ലെന്നവൾ ചുമൽ ചലിപ്പിച്ചു. സോറിടാ. അവൻ്റെ ശബ്ദം ആർദ്രമായി. എന്തിനാ കണ്ണേട്ടാ? അല്ല, നിനക്ക് വിഷമമായോടാ? ഇല്ല. സത്യാണോ? എനിക്ക് ധൃതി കൂടിപ്പോയോന്നൊരു സംശയം. അവൾ അതിന് മറുപടി പറയാതെ അവൻ്റെ കൈത്തണ്ടയിൽ ഒന്ന് പിച്ചി. യോ അമ്മേ! അവൻ കിടന്ന് കാറിയതും കല്ലു വായ പൊത്തി. പതുക്കെ, ആരെങ്കിലും കേൾക്കും. അവൾ അടക്കം പറഞ്ഞു. കേൾക്കട്ടെ, എല്ലാവരും അറിയട്ടെ. അവൻ കൈ തിരുമ്മിക്കൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് കല്ലു അവൻ്റെ കൈത്തണ്ടയിൽ ഒരു മുത്തം കൊടുത്തു. സോറി, ഇനി മിണ്ടരുത്. അവൾ പറഞ്ഞതും അവൻ ചിരിച്ചു. എന്താ ചിരിക്കുന്നേ? അല്ല, ഞാനൊരു ഉമ്മ ചോദിച്ചപ്പോൾ എന്തൊക്കെയായിരുന്നു? ഇപ്പതേ ചോദിക്കാതെ തന്നല്ലോ. ഇത്രയും പെട്ടെന്ന് എൻ്റെ പെണ്ണിന് ഇങ്ങനെ മാറ്റം വന്നോ ഈശ്വര? അവൻ മുകളിലേക്ക് നോക്കി പറഞ്ഞു. കല്ലു ഒന്നും പറയാതെ കിടന്നതേ ഉള്ളൂ. കല്ലൂസേ, ഓ, ഇനി എന്തൊക്കെയാ കണ്ടുപിടിച്ചത്? കല്ലു ഇത്തിരി ദേഷ്യത്തിൽ ചോദിച്ചു. അല്ല, എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. എന്താ? എൻ്റെ ഈ കാന്താരിക്ക് നല്ല എരിവുണ്ടായിരുന്നു.
ഞാൻ ഉദ്ദേശിച്ച പോലെ അല്ല കേട്ടോ. വഷളൻ, മിണ്ടാതെ കിടന്നുറങ്ങ്, നേരെ ഒരുപാടായി. അവൻ പറഞ്ഞതും കല്ലു ഗൗരവത്തിൽ പറഞ്ഞു. ശേഷം കണ്ണുകൾ അടച്ചു. അപ്പോഴും അവളുടെ മുഖത്ത് അവൻ കാണാതെ നാണത്താൽ കുതിർന്ന പുഞ്ചിരി വിരിഞ്ഞു. രാവിലെ അന്നും പതിവ് പോലെ മഴ. കണ്ണനതുകൊണ്ട് ഉണരാൻ വൈകി. കല്ലു ഉണർന്ന് വേഗം പോയി കുളിയൊക്കെ കഴിഞ്ഞു വന്നു. അടുക്കളയിൽ അമ്മ എത്തിയിരുന്നില്ല. ശ്രീകുട്ടിയുടെ മുറി വെളിച്ചമുണ്ട്. പഠിത്തമാണെന്ന് കല്ലുവിന് തോന്നി. പുട്ടും കടലയും ഉണ്ടാക്കാനാണ് കാലത്തേക്ക്. തേങ്ങയൊക്കെ ചിരവി വെച്ചപ്പോൾ അമ്മ ഉണർന്നു വന്നു. അവൾ അവർക്ക് ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി കൊടുത്തു. അച്ഛനും കൂടി കൊടുത്തേക്ക്, പരവശമാണെന്ന് പറഞ്ഞു. ശരിയമ്മേ. അങ്ങനൊരു പതിവില്ലാത്തതുകൊണ്ട് കല്ലുവിന് സന്തോഷമായി. അവൾ അച്ഛന് കാപ്പി കൊടുത്തു. അപ്പോഴേക്കും കുമാരേട്ടൻ വന്നു. കല്ലു, ആ കണ്ണനെ ഇങ്ങി വിളിക്ക്, കുമാരേട്ടൻ എന്തോ പറയാനുണ്ടെന്ന്. ശരിയമ്മേ. അവൾ കണ്ണൻ്റെ അടുത്തേക്ക് ചെന്നു. ഏട്ടാ. അവൾ അവനെ തോണ്ടി വിളിച്ചു. അവൻ ഉറക്കച്ചിറവോടെ തിരിഞ്ഞു കിടന്നു. ഏട്ടാ, കുമാരേട്ടൻ വിളിക്കുന്നു. എന്തിന്? അറിയില്ല, അമ്മ പറഞ്ഞ ഏട്ടനെ വിളിക്കാൻ. ഞാൻ വന്നേക്കാം. വേഗം വേണം. ആ. കല്ലു, പെട്ടെന്നവൻ വിളിച്ചു. നിനക്ക് കുഴപ്പമില്ലല്ലോ അല്ലേ? എന്താ ഏട്ടാ? അല്ല, ഞാനിത്തിരി ഓവറായോ എന്നൊരു സംശയം. അവൻ എഴുന്നേറ്റ് ലുങ്കി മുറുക്കി കൊടുത്തുകൊണ്ട് അവളെ നോക്കി. കല്ലു പെട്ടെന്ന് അവൻ്റെ അടുത്തേക്ക് കയറി വന്നു. ഏട്ടൻ ഈ കാര്യം പറഞ്ഞ് ഓവറാക്കണ്ട കേട്ടോ. ഇവിടെ പ്രായമായ ഒരു പെൺകുട്ടി കൂടിയുണ്ട്. വെറുതെ വേണ്ടാത്ത വർത്താനം പറയാൻ വന്നേക്കുന്നു. അവൾ അവൻ്റെ നെഞ്ചിനിട്ട് വേദനിപ്പിക്കാതെ ഒരു ഇടി കൊടുത്തു. എന്നിട്ട് വേഗം മുറിയിൽ നിറങ്ങിപ്പോയി. ഓ, ഒറ്റ രാത്രി കൊണ്ട് പെണ്ണിന് ഇത്രയൊക്കെ പറയാറായോ? അവൻ ചിരിച്ചുകൊണ്ടിറങ്ങി മുറ്റത്തേക്ക് പോയി. ആ, കുമാരേട്ടാ, ഗുഡ് മോർണിംഗ്. ആ മോനെ, ഇന്നലെ തോമാച്ചേട്ടൻ വന്നു. എന്തായി? ന്യായമായിട്ടൊരു വില തന്നു. ഞായറാഴ്ച വരാമെന്നാണ് പറഞ്ഞേ. ആണോ? എന്നാൽ പിന്നെ കുഴപ്പമില്ലല്ലേ? ഇല്ല ചേട്ടാ. കുറച്ച് സമയം കഴിഞ്ഞ് അയാൾ പോയി. ആ, മമ്മിക്ക് കാലിനെങ്ങനെയുണ്ട്? എൻ്റെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ പറയണം കേട്ടോ. അല്ലേ കല്ലൂസേ? അവൻ ശോഭയുടെ അടുത്തേക്ക് വന്നിട്ട് അവർക്കിട്ട് തൻ്റെ തോളുകൊണ്ട് ഒന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞു. എന്താടാ പതിവില്ലാതെ നിനക്കൊരിളക്കം? ശോഭ മകനെ അടിമുടി നോക്കി. അത് കേട്ട് കല്ലുവിനെ വിറച്ചു. കണ്ണനും പെട്ടെന്ന് വാക്കുകൾക്കായി ഒന്നും പരതി. എന്താമ്മ ഇങ്ങനെ ചോദിക്കുന്നേ? ഞാനൊരു കുശലം ചോദിച്ചതല്ലേ? ഓ, പെട്ടെന്ന് എന്താ ഒരു കുശലം? ഈ അമ്മയോടൊരു അക്ഷരം പോലും മിണ്ടാൻ പറ്റാത്ത സ്ഥിതിയായി. എൻ്റെ ഭഗവാനേ. ശോഭ അവനെ നോക്കി ഒന്ന് ഇരുത്തി മോളി. എന്നിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയി. കണ്ണേട്ടാ, ഇത്തിരി കൂടുന്നുണ്ട് കേട്ടോ. കല്ലു അവനോട് പതിയെ പിറുപിറുത്തു. എന്ത്? ഞാനതിനെന്ത് ചെയ്തു? എന്താ ചെയ്തതെന്ന് ഞാൻ പറയണോ അമ്മയോട്? അവൾ അവനെ നോക്കി കണ്ണുരുട്ടി. അയ്യേ, നീ എന്താ ഇങ്ങനെ? അതും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ കണ്ണൻ അടുക്കളയിൽ നിന്ന് ഇറങ്ങിപ്പോയി. തുടരും.